ലോകത്തിൻ സ്നേഹം മാറുമേ. യേശുവാണെന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ക്രിസ്ത്യൻ ലിവിങ്ങിനെ കുറിച്ച് ക്ലാസ് ഒക്കെ എടുത്ത് കഴിയുമ്പം കൊച്ചമ്മമാരൊക്കെ വന്ന് മെട്രോ സിറ്റീസിലൊക്കെയാണ് വന്ന് പറയും, ബ്രദർ വാട്ട് ഈസ് സെഡ് ഈസ് ബിബ്ലിക്കൽ. പറഞ്ഞതൊക്കെ വളരെ വേദോസപ്രകാരം സത്യമാണ്. പക്ഷേ വി ലിവ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്, ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെ ഈ മത്സരമുള്ള ഈ ജനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയില്ലെങ്കിൽ അവരെല്ലാം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? നിങ്ങൾ ഈ പറയുന്ന ആത്മീയത്തിൽ അവരെ വളർത്തിക്കഴിഞ്ഞാൽ എന്താണ് അവരെന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി പോകും. ഞാനോട് പറയാനുള്ള കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയാൽ അവർ ആദ്യം കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ആയിരിക്കും, അല്ലാതെ മറ്റുള്ളവരോടൊന്നുമല്ല. കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയ ഒറ്റ ഒരുത്തനും ഇന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാൻ പോലും നാട്ടിലില്ല, ഇല്ലല്ലോ. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ, റൈറ്റ്? അവരെ ആത്മീകരായി വളർത്തുക, അവരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി വളർത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായി വളർത്തുക, ദൈവികമായ മൂല്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മുടെ ചിന്താഗതികളിൽ എല്ലാ രീതിയിലും ലോകത്തെ പടിക്ക് പുറത്ത് നിർത്താൻ മതിൽ പണിയേണ്ടത് ആവശ്യമാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നെഹമ്യായ്ക്ക് ഈ 4 കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പ്രശ്നമായിട്ട് തോന്നിയത് മതിലിടിഞ്ഞ് കിടക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെഹമ്യാ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പരിശ്രമിക്കുന്നത്? മതിൽ പണിയാൻ. ഇന്നും സഭയുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സഭയ്ക്കും ലോകത്തിനും മധ്യത്തിൽ ഒരു മതിൽ പണിതിട്ട്, കുഞ്ഞെ അത് അനാത്മികമാണ് എന്ന് സഭയിലും വീട്ടിലും കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വളരുകയാണ് ആവശ്യം. ആത്മികം എന്താണ്, അനാത്മികം എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The world will hate you. എന്നാൽ നമ്മളെ ഇന്ന് ഒരു ലോകവും പകയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളെ ലോകം പകയ്ക്കാത്തത്? ലോകത്തിന് വ്യത്യാസം ഉണ്ടായത് കൊണ്ടല്ല, നമുക്ക് വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ്. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ലോകം നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ലോകക്കാരായി പോയി എന്നുള്ളതാണ്. കാര്യം ലോകത്തിന് സ്വന്തക്കാരെ അല്ലാതെ വേറെ ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയത്തില്ല. ദാറ്റ് ഈസ് വേൾഡ്. അല്ലെങ്കിൽ അത് ലോകമല്ല. ലോകത്തിന്റെ സ്പെഷ്യാലിറ്റി ദാറ്റ് the world loves only people of the world. ആത്മീകരെ സ്നേഹിക്കാൻ തക്കവണ്ണുള്ള ആത്മീയമൊന്നും ലോകത്തിനുണ്ടായിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ വന്ന് നമ്മുടെ സഭായോഗത്തിന് കയറി വന്നിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് അവന് വ്യത്യാസം ഉണ്ടായിട്ടൊന്നുമല്ല, നമുക്ക് വ്യത്യാസം ഉണ്ടായത്. ഇത് കേട്ടോണ്ടിരിക്കാൻ നമ്മൾ അവൻ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ നമ്മളും പ്രൈസ് ദി ലോർഡ് പറയുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇവരോട് കയറി വന്നിരിക്കുന്നത്. പിന്നെ വോട്ടും വേണം, അല്ലാതെ എന്താ വേറെ കാര്യമൊന്നുമില്ല. അവർക്ക് വ്യത്യാസം ഉണ്ടായിട്ടാണോ? ഒരു വ്യത്യാസം ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ആ ഉപദേശം എന്താണ്? ലോകത്തോടുള്ള ഒരു വേർപാട് സൂക്ഷിക്കാൻ, മതിൽ പണിയാനായിട്ടുള്ള ആ ഒരു ഉപദേശം നമ്മൾ തിരിച്ചറിയണം. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണമെന്ന് പറയുന്നത് ലോകത്തിന്റെ സിസ്റ്റമാണ്, ദൈവത്തിന്റെ സിസ്റ്റമല്ല. എന്നെ എവിടെ കൊണ്ടിട്ടാലും യു ആർ ഇൻ റോം, ആക്ട് ആസ് ഇഫ് യു ആർ എ റോമൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. പക്ഷെ ഞാൻ റോമിൽ ചെന്നാലും, ഞാൻ ലോകത്തിൽ എവിടെ ചെന്നാലും യേശു അവിടെ എന്ത് ചെയ്യുമായിരുന്നോ അങ്ങനെ ജീവിക്കാനാ, അത് ചെയ്യാനാ എന്നെ ആക്കിയിരിക്കുന്നത്. അല്ലാതെ അവിടുത്തുകാരൻ ചെയ്യുന്നത് പോലെ ജീവിക്കാനല്ല. കോട്ടയംകാരൻ എന്ത് ചെയ്യുന്നു അത് ചെയ്യാനല്ല നിങ്ങളെ കോട്ടയത്താക്കിയിരിക്കുന്നത്. കോട്ടയത്ത് യേശു ഉണ്ടായിരുന്നെങ്കിൽ യേശു എന്ത് ചെയ്യുമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ എന്താക്കിയിരിക്കുന്നത്? നമ്മളെ അവൻ അംബാസഡർ ആക്കിയിരിക്കുകയാണ്. ഞാൻ മധ്യപ്രദേശിൽ പോയാൽ മധ്യപ്രദേശിൽ യേശു ജീവിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒറീസയിൽ പോയി കഴിഞ്ഞാൽ പാസ്റ്റർ തോമസ് ഒറീസിനെ റൈക്കിയയിലാക്കിയിരിക്കുന്നത്, അവിടുത്തെ കൊന്തമാലിലെ ആദിവാസികൾ എങ്ങനെ ജീവിക്കുമോ അവരെ പോലെ ഭക്ഷണം കഴിക്കുന്നൊന്നും പ്രശ്നമില്ല, പക്ഷേ അവരെ പോലെ ഉള്ള ആത്മീയത സൂക്ഷിക്കാനല്ല അദ്ദേഹത്തെ അവിടെ ആക്കിയിരിക്കുന്നത്. ഇതിനാണ് അവരുടെ മധ്യത്തിൽ യേശു ജീവിച്ചാൽ എങ്ങനെ ജീവിക്കുമായിരുന്നോ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ്. ഏത് മിഷണറിയെയും, ഏത് ജോലിക്കാരനെയും, ഏത് വീട്ടമ്മയെയും ദൈവം ആക്കിയിരിക്കുന്നത് അവരുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ യേശു ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കുമോ അങ്ങനെ ജീവിക്കാനാക്കിയിരിക്കുന്നത്. അതാണ് ലോകത്തിൽ നിന്നുള്ള കൃത്യമായ വേർപാട്. യേശുവിന്റെ വഴി ഒരിക്കലും ഒത്തുതീർപ്പിന്റെ വഴിയല്ല. മറ്റുള്ളവരോട് ഒരു ഒത്തുതീർപ്പിനും പോകുന്ന ആളല്ല യേശു. കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പീഡനവും ഉണ്ടാകത്തില്ലായിരുന്നു. എന്നോട് കൈരളി പീപ്പിളിൽ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് ഷോയിൽ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അവർ ചോദിച്ചു നിങ്ങൾ എന്തിനെ കൺവേർട്ട് ചെയ്യുന്നത്? വൈ യു ആർ കൺവേർട്ടിങ് പീപ്പിൾ? ഞാൻ പറഞ്ഞു, കൺവേർഷൻ എന്ന് പറയുന്നത് കൺവിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. കൺവിക്ഷൻ ഇല്ലാത്തവൻ ആരെയും കൺവേർട്ട് ചെയ്യാൻ പോകത്തില്ല. കൺവിക്ഷൻ ഇല്ലെങ്കിൽ ആരെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പോകും?
ഞാൻ എന്തുകൊണ്ടാണ് യേശു മാത്രമാണ് സത്യം എന്ന് പറയുന്നത്? ചില സത്യങ്ങൾ എക്സ്ക്ലൂസീവാണ്. 4 3 7 എനിക്കറിയാം. ഒരുത്തൻ വന്നിട്ട് 4 4 7 പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. സമ്മതിക്കാൻ പറ്റുമോ? അവൻ ചിലപ്പോൾ വഴക്കുണ്ടാക്കുമായിരിക്കും. എന്നാൽ വഴക്കുണ്ടാകത്തില്ല. 4 3 7 4 3 8 ആകാം. ഇനി 4 3 6 ആണെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നവനോട് ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ പോകുമോ? ഇല്ല. എപ്പോഴാണ് വഴക്കുണ്ടാകുന്നത്? 4 3 7 എന്നുള്ള സത്യം അത് മാത്രം സത്യമാണെന്ന് ഞാൻ പറയുമ്പോഴാണ് വഴക്കുണ്ടാകുന്നത്. അങ്ങനെയുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ചില ട്രൂത്ത്സ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. വേദപുസ്തകത്തിൽ ചില ട്രൂത്ത്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തതാണ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്തുണ്ടാകത്തില്ല, പീഡനം ഉണ്ടാകത്തില്ല. എന്നാൽ എന്തുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പീഡനം ഉണ്ടായി നമ്മുടെ പിതാക്കന്മാർക്ക്? കാര്യം അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാഞ്ഞതുകൊണ്ടാണ്, അല്ലേ? ഇന്നും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു തലമുറ നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് ആവശ്യമായിരിക്കുന്ന ഒരു മതിൽ കെട്ടി ലോകത്തെ സഭയ്ക്ക് പുറത്തു നിർത്തണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ലോകത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ക്രിസ്ത്യാനികളോടുള്ള ആദ്യത്തെ സന്ദേശം. അപ്പോസ്തലപ്രവൃത്തി 2:40 പത്രോസ് ആദ്യമായിട്ട് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് സ്നാനമേറ്റ 3000 പേരോട് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. ഫസ്റ്റ് മെസ്സേജ് ആണ്. എന്താണ്? ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിച്ചുകൊള്ളുവിൻ. സേവ് യുവർ സെൽഫ്. അവിടെ പറയുന്നത് പാപത്തിൽ നിന്ന് യേശു നിങ്ങളെ രക്ഷിച്ചു, കാര്യം ശരിയാണ്. പക്ഷെ ലോകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമെന്നാണ്. അതായത് അതൊരു ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്നാണ് പറയുന്നത്. പാപത്തിൽ നിന്ന് നമ്മളെ കർത്താവ് രക്ഷിച്ചു, പക്ഷെ ലോകത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാനായിട്ടുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ലോകം നമുക്ക് എതിരാണെന്നുള്ളതിനൊരു സംശയമില്ല. എന്ന് തന്നെയല്ല, ലോകം എതിരായിരിക്കുകയും വേണം. അത്തനേഷ്യസ് എന്ന് പറയുന്ന ദൈവദാസനെ പീഡിപ്പിച്ച് കൊല്ലുവാനായിട്ട് 2nd സെഞ്ചുറിയിലെ ഒരു സെയിന്റ് ആണ്. അദ്ദേഹത്തെ പീഡിപ്പിച്ച് കൊല്ലാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ കിങ് പറഞ്ഞു, അത്തനേഷ്യസ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകം മുഴുവൻ നിനക്കെതിരാണ്. ദ ഹോൾ വേൾഡ് ഈസ് അഗൻസ്റ്റ് യു. അത്തനേഷ്യസ് പറഞ്ഞു, രാജാവേ, അത്തനേഷ്യസ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ലോകത്തോട് അത്തനേഷ്യസും എതിരാണ്. ലോകം മുഴുവൻ നിനക്കെതിരാണെന്ന് പറഞ്ഞപ്പോൾ അത്തനേഷ്യസ് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? യെസ്, ഐ നോ, ആൻഡ് അത്തനേഷ്യസ് ഈസ് അഗൻസ്റ്റ് ദ വേൾഡ് ടു. അത്തനേഷ്യസും ലോകത്തിന് എതിരാണെന്ന് അങ്ങ് അറിഞ്ഞുകൊള്ളുക. നമ്മളുടെ പ്രശ്നം, നമ്മൾ ഇന്ന് ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഒന്ന് പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളവിടെ അവിടുത്തെ ഓരോ ഭാഗങ്ങളിലും ലോകവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ സ്നേഹിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല്, ഒരു ചായ എടുക്കണമെങ്കിൽ പല കോമ്പിനേഷൻ ഉണ്ട്. 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും എടുക്കാം. 3/4 ഗ്ലാസ് വെള്ളവും 1/4 ഗ്ലാസ് പാലും എടുക്കാം. അല്ലെങ്കിൽ 3/4 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളവും എടുക്കാം. അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫുൾ ഗ്ലാസ് പാലെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ ഇടാം. എത്രത്തോളം വെള്ളം ചേരുന്നോ അതനുസരിച്ച് പാലിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. എത്രത്തോളം പാല് കൂടുന്നോ അതനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നതുപോലെ ദൈവസ്നേഹവും ലോകസ്നേഹവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നിങ്ങളിൽ എത്രത്തോളം ലോകസ്നേഹം കയറുന്നോ അത്രത്തോളം നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം ആഗ്രഹിക്കുന്നത് കളങ്കമില്ലാത്ത ദൈവസ്നേഹമാണ്. അതാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ലോകത്തെ മതിൽ കെട്ടി പുറത്തു നിർത്തിയേ പറ്റുകയുള്ളൂ. ലോകത്തെ സ്നേഹിക്കുന്നവനെ കുറിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, അതിന്റെ 4-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? വ്യഭിചാരിണിയായുള്ളോരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ പറഞ്ഞിരിക്കുന്ന അൺഫെയ്ത്ത്ഫുൾ ക്രീച്ചേഴ്സ്. അവിടെ വ്യഭിചാരം ചെയ്യുന്നവെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ മണവാട്ടിയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കെ, നിങ്ങളുടെ ഭർത്താവ് ദൈവമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തോട് വ്യഭിചാരം ചെയ്യുകയാണെന്ന് ആ വാക്യത്തിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. വ്യഭിചാരം ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അൺഫെയ്ത്ത്ഫുൾ ക്രീച്ചർ അല്ലെങ്കിൽ വ്യഭിചാരിണിയായുള്ളവരെ എന്ന് യാക്കോബ് വിളിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? വെൻ യു ലവ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ സ്വന്തം ഭർത്താവ് ദൈവമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ മറന്നിട്ട് ഭർത്താവുള്ള ഒരു സ്ത്രീ മറ്റൊരു ജാരനെ സ്നേഹിക്കുന്നത് പോലെയാണ് നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തെ പടിക്ക് പുറത്ത് നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും.
അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ എന്തിൽ ആനന്ദിക്കുന്നുവോ അതിൽ ദുഃഖിക്കുവാനും, ഇപ്പോൾ നിങ്ങൾ എന്തിൽ വിഷാദിക്കുന്നുവോ അതിൽ സന്തോഷിക്കുവാനും കഴിയട്ടെ എന്നാണ്. ഇന്ന് നിങ്ങൾ ലോകത്തിൽ സന്തോഷിക്കുന്നെങ്കിൽ അത് ഓർത്ത് നിങ്ങൾ കരയാനാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടിട്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ഈ ലോകത്തെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് നിങ്ങൾ ദുഃഖിച്ച് കരയുവിൻ. നിങ്ങൾ ശത്രുപക്ഷം ചേർന്നതോർത്ത് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങൾ എന്തിൽ സന്തോഷിച്ചിരുന്നോ അത് നിങ്ങളുടെ ദുഃഖമാകണം. നിങ്ങൾ എന്തിൽ ദുഃഖിച്ചിരുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിൽ വിഷാദപ്പെട്ടിരുന്നുവോ അത് നിങ്ങളുടെ സന്തോഷമായി തീരണം. അതാണ് ഒരുവൻ ലോകത്തിന്റെ പാളയത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കേണ്ട കാര്യം. നമ്മൾ ഇന്നലെ വരെ സന്തോഷിച്ചിരുന്ന കാര്യം നമുക്ക് ഇന്ന് സന്തോഷം തരുന്നില്ല. ഇന്നലെ വരെ നമുക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും സന്തോഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. കാര്യം നമ്മുടെ ജീവിതം നമ്മൾ മറ്റൊരാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ യേശുവിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ലോകം എവിടെയായിരിക്കണം? പടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കണം. നാലാമതായിട്ട്, വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുന്നു. ഒന്നാമത് പറഞ്ഞ എന്താണ്? സഭ മഹാകഷ്ടത്തിലായിരിക്കുന്നു. കാരണം ഒരു കോൺസുലേറ്റ് എന്നതുപോലെ സ്വർഗത്തിന്റെ ചെറുപതിപ്പായി ജീവിക്കുവാൻ ഭൂമിയിലാക്കിയതായ സഭ ഇന്ന് സ്വർഗത്തിന് പകരം ലോകത്തിന്റെ തന്നെ വികൃതമായ ഒരു അനുകരണമായി മാറിയിരിക്കുന്നത് കൊണ്ട് സഭ മഹാ കഷ്ടത്തിലാണ്. രണ്ട്, പറയുന്നത് പ്രവർത്തിക്കാതെ ഒരു റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്ന, ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് പറയുകയും ദൈവത്തിന് നിരക്കാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ കണ്ട് ലോകം അപമാനിക്കുകയാണ്. ഇതാന്നോടാ പെന്തക്കോസ് എന്ന് ചോദിക്കുന്ന സ്റ്റേജിൽ അപമാനിക്കപ്പെടുന്നതായ സഭ. മൂന്നാമത്, ലോകവും ദൈവസഭയും തമ്മിലുള്ള അതിരുകളെ നിർണയിക്കാൻ പരാജയപ്പെടുന്നതായ, എന്താണ് ലോകം എന്താണ് സഭ എന്നുള്ളത് പറയാൻ നമുക്ക് കഴിയാത്ത നിലയിൽ ലോകം നമ്മളിലെ അതിക്രമിച്ച് കടന്നിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ സഭ ഒരു ശോചനീയമായ കാര്യത്തിലാണ്. അടുത്തെന്താണെന്നറിയാമോ? സഭയുടെ വാതിൽ ഇപ്പോൾ ശത്രുവിന്റെ കയ്യിലാണ്. വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നു. മതിലിടിഞ്ഞത് ചെറിയ ചെറിയ പ്രവൃത്തികൾ വളർന്നാണ്. മതിൽ ഒറ്റ ദിവസം കൊണ്ട് ഇടിയല്ല. എന്താണ്? കുറേശ്ശെ അങ്ങനെ ലോകം സഭയിലേക്ക് കടന്നത്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പം സഭ ലോകത്തിലേക്ക് കയറിയതൊന്നുമല്ല. സഭ ലോകത്തിലേക്ക് എങ്ങനെ കയറിയത്? ഒരു കല്ലിടിച്ച്, 2 കല്ലിടിച്ച്, 3 കല്ലിടിച്ച് പതിയെയാണ് സഭ എന്ത് ചെയ്തത്? ലോകത്തിലേക്ക് കയറിയത്. എന്നാൽ വാതിൽ തീ വെച്ച് ചുട്ടിരിക്കുന്നത് ഒരു ഇന്റൻഷണൽ ആയിട്ടുള്ള ശത്രുവിന്റെ ബോധപൂർവമായ പ്രവൃത്തിയാണ്. കാര്യം വാതിലാണ് ആരകത്ത് പോകണം ആര് പുറത്തു പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്ഥലമാണ്. അത് കൈയടക്കി കഴിഞ്ഞാൽ ആരെയും അകത്ത് കയറ്റി വിടാൻ ശത്രുവിന് പ്രയാസമുണ്ടാകത്തില്ലെന്ന് അറിയാം. കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള തീരുമാന ശക്തി ഇന്ന് ലോകം പിടിച്ചടക്കിയിരിക്കുകയാണ് സഭയിൽ. പരിശുദ്ധാത്മാവാണ് അത് നടത്തേണ്ടത്. പക്ഷെ ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവല്ല. ആരാ നടത്തുന്നത്? ലൗകികമായിട്ടാണ് നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒരു വ്യക്തിയെ അല്ല അതിനകത്തെ മനസ്സിൽ വരേണ്ടത്. നമുക്കുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. എന്ത് പറഞ്ഞാലും നമ്മളതിന് പേഴ്സണിഫൈ ചെയ്യാനായിട്ട് പരിശ്രമിക്കും, ഇല്ലേ? അതല്ല, സിസ്റ്റം, ദ ഹോൾ സിസ്റ്റം. അന്ധകാരത്തിന്റെ ശക്തികൾ നമ്മളുടെ തീരുമാനത്തെ നിയന്ത്രിക്കുന്ന സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. ആത്മീകതയ്ക്ക് പകരം, ദൈവികതയ്ക്ക് പകരം, പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് പകരം ബുദ്ധിയും നമ്മുടെ ലൗകികമായി നമ്മൾ പഠിച്ച കാര്യങ്ങളും ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് തീരുമാനമെടുക്കുന്നു. അതാണ് വാസ്തവത്തിൽ വാതിൽ തീ വെച്ച് ചുട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത്. ആത്മീകമായ ഒരു നേതൃത്വം ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ദൈവം പുരോഹിതന്മാരെ ആക്കി, രാജാക്കന്മാരെ ആക്കി. പുരോഹിതനും രാജാവിനും നിയന്ത്രിതമായ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. പ്രവാചകന്മാരെ ആക്കിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 കൂട്ടർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശരിയാക്കാൻ വേണ്ടിയാണ്. അവരെപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായ ആളുകളാണ്. പുരോഹിതൻ മനുഷ്യന് വേണ്ടി ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്ന ആളാണ്. പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ അടുത്തോട്ട് വരുന്ന ആളാണ്. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നു, ഒരു ആത്മീയ നേതൃത്വം നമുക്കുണ്ടായിരുന്നു. മോനെ അത് ശരിയല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി, അത് അങ്ങേര് പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ എന്ന് ആരും നോക്കത്തില്ലായിരുന്നു. അച്ഛൻ പറയുന്നത് കറക്റ്റാണ്. കാര്യം അച്ഛൻ എന്ത് ചെയ്യത്തില്ല, ഇന്നാൾ എന്ത് ചെയ്യത്തില്ല, അനാത്മീകമായി എന്നോട്, അതായത് എൻ്റെ നന്മ ഒഴികെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഒരു ദൈവപുരുഷനെ കാണാൻ എല്ലാ സഭകളിലും ഉണ്ടായിരുന്നു.
പക്ഷെ ഇന്നിപ്പോൾ ഒരു പ്രതിസന്ധിയുടെ നേരത്ത് എന്താണ്, ഒരു തീരുമാനമെടുക്കാൻ ഒരു ആത്മീയനായ ഒരു വ്യക്തിക്ക് അതിനെ ഒന്ന് തിരിച്ചുവിടാനായിട്ട്, സ്പിരിച്വലായിട്ടൊന്ന് തിരിച്ചുവിടാൻ ശേഷിയുള്ള ആത്മീകരായ ഒരു നേതൃത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഭരണനേതൃത്വമല്ല, ഭരണനേതൃത്വത്തിന് എപ്പോൾ വേണമെങ്കിലും തെറ്റുപറ്റാം, കാര്യം അവരെ ബുദ്ധിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ ആത്മാവിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ സഭകളിലൊക്കെ ഉണ്ടാകണം. ഏത് ലോക്കൽ സഭയിലും ഉണ്ടാകണം, എല്ലായിടത്തും ഉണ്ടാകണം. ആത്മാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരാൾ മാത്രമായിരിക്കണം നിർബന്ധമില്ല. പൗലോസ് കൊരിന്ത്യ സഭയിലെ ഓരോ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുന്നത് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ലോ ആണ്? ഒന്നുമല്ല. പൗലോസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായത് അദ്ദേഹത്തിൻ്റെ ഭരണ നേതൃത്വം കൊണ്ടല്ല, ആത്മീയ നേതൃത്വത്തിൻ്റെ ആ ആത്മാവിൻ്റെ ആ അധികാരം കൊണ്ടാണ്. വാട്ട് ഈസ് നീഡഡ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് സ്പിരിച്വൽ ലീഡർഷിപ്പ്. അതുകൊണ്ട് ഒരു വ്യക്തി മാറി മറ്റൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതാ എപ്പോഴും പറയുന്നത്, അയാൾ ഭരിച്ചാൽ ശരിയാകത്തില്ല, നമുക്ക് വേറൊരാളെ ആക്കാം. അയാളെന്നല്ല, ആര് ഭരിച്ചാലും ശരിയാകത്തില്ല. കാര്യം വരുന്ന വ്യക്തികൾക്ക് അനുസരിച്ചല്ല ഇവിടുത്തെ പ്രശ്നം. എന്താണ്? സിസ്റ്റമാണ്. കാര്യം ലൗകികമായി കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുന്നു. When we are driven by worldly standard, we are controlled by our enemy. നമ്മൾ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശത്രുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നെന്നാണ്. കാര്യം ലോകം നമ്മുടെ ശത്രുവാണ്. അവിടെയാണ് വാതിൽ തീ വെച്ച് ചുട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. നെഹമ്യാവ് ഈ വിവരങ്ങൾ കേൾക്കുന്നു. അത് നമ്മളിവിടെ കാണുന്നത്. നെഹമ്യാവ് അത് കേട്ടു. എന്തിനു വേണ്ടി കേട്ടു? ഒരു സുഖത്തിന് വേണ്ടി കേട്ടതല്ല, ഒരു രസത്തിന് വേണ്ടി കേട്ടതല്ല, ഗോസിപ്പ് ചെയ്യാൻ വേണ്ടി കേട്ടതുമല്ല. നമ്മളും ഇന്ന് പല ആളുകളും കേൾക്കുന്നുണ്ടായിരിക്കും. നമ്മളുടെ കേൾവി എങ്ങനെയുള്ളതായിരിക്കണം? പണ്ട് ബീർബലിന്റെ അടുത്ത് അക്ബർ ഒരു 3 പ്രതിമകളെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ഡോൾസ്, ഒരേപോലെ ഇരിക്കുന്ന ഡോൾ, വിച്ച് വൺ ഈസ് ദ വൈസസ്റ്റ് ഡോൾ? ഇതിനകത്ത് ഏറ്റവും ബുദ്ധിയുള്ള ഡോൾ ഏതാണെന്ന് ചോദിച്ചു. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ
സന്നിധേ. മണ്ണാകും ഈ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം ഭവനത്തിൽ. മണ്ണാകും ഈ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം ഭവനത്തിൽ.